السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. اقرأ باسم ربك الذي خلق. നബിയെ അങ്ങ് വായിക്കുക, താങ്കളുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. സൃഷ്ടിച്ചവനായ താങ്കളുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി ഇറക്കപ്പെട്ട ആയത്തായിരുന്നു. അതുകൊണ്ട് വായിച്ചാൽ വളരുന്നതാണ്, വായിച്ചില്ലേലും വളരുന്നതാണ്. അതുകൊണ്ട് നാം വായനയിലൂടെയാണ് മനസ്സിന് അറിവുകളും വിജ്ഞാനങ്ങളും ലഭിക്കുന്നത്. അങ്ങനെ നാം അൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങൾ നാം കരസ്ഥമാക്കുകയും ആ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാൻ നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈനി, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് രാവും പകലുമായി ജനങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കും. വേറൊരാൾ അദ്ദേഹം ദീനിനു വേണ്ടി പൈസകൾ മുടക്കും, ചെലവഴിക്കും, പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും ചെലവഴിക്കും. ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.